സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സ്നേഹക്കൂട്ടില് ഇപ്പോൾ അച്ചുവിന്റെ വിവാഹത്തിന്റെ മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളാണ് പുന്നമടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അച്ചുവിന്റെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട്. നിഖിലിന്റെ രഹസ്യങ്ങളോ നിഖിലിന്റെ ചതിയോ ഒന്നും അച്ചുവോ സേതു ആരും തിരിച്ചറിഞ്ഞിട്ടില്ല. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ രാവിലെ തന്നെ ഋതുവും സ്വാതിയും അച്ചുവും കൂടി പൂർണിമ വന്ന് വിളിക്കുവാണ്. അച്ചുവിന്റെ വിവാഹത്തിനോടനുബന്ധിച്ച് കല്യാണ സാരിയും ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോകണം. അതുകൊണ്ട് അമ്മയെ പെട്ടെന്ന് വാ, എണീറ്റ് വാ എന്നൊക്കെ പറയുമ്പോൾ പൂർണിമയ്ക്ക് പറ്റത്തില്ല, ഞാൻ വരുന്നില്ല എന്നൊക്കെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ആ പൂർണിമ ടെക്സ്റ്റൈൽസിൽ ഞാൻ ആഴ്ചയിൽ പോകാറുണ്ടായിരുന്നു. അന്ന് മാധവേട്ടൻ്റെ ഒപ്പമാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ഒറ്റയ്ക്ക് ഇതുവരെയും പോയിട്ടില്ല. ഇപ്പോൾ മാധവേട്ടൻ ഇല്ലാത്ത ആ ഒരു ടെക്സ്റ്റൈൽസിൽ ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് എന്തോ ഒരു സങ്കടം തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സേതു അവരുടെ സംസാരം കേട്ടിട്ട് വരുന്നത്. അപ്പോൾ എവിടെ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ അച്ചുവിൻ്റെ കല്യാണ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സേതുവും കൂടി ഒന്ന് പോകാമോ, അവരുടെ കൂടെ പോകാമോ എന്നാൽ എനിക്ക് കുറച്ച് സന്തോഷമായിരിക്കും, എനിക്ക് കുറച്ചുകൂടി ആത്മവിശ്വാസമായിരിക്കും, എനിക്ക് പേടിയില്ലാതെ നിൽക്കാൻ പറ്റും. അതുകൊണ്ട് സേതുവും കൂടി പോകാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സേതു ആദ്യം പറഞ്ഞത് പല്ലവിയും കൊണ്ട് എനിക്കൊന്ന് പുറത്തു പോകണം, DTP എടുക്കാൻ വേണ്ടിയിട്ട് പോകണം. എന്നാൽ നിങ്ങൾ പിന്നെ പോയിട്ട് വാ, നിങ്ങൾ എന്തായാലും പോയിട്ട് വരാമോ എന്ന് പൂർണ്ണിമ ചോദിക്കുമ്പോൾ ശരി ഞാൻ പോകാം, ഞാൻ എൻ്റെ അനിയത്തിയുടെ വിവാഹം കൂടിയല്ലേ അപ്പം ഞാൻ പോകാം എന്ന് സേതു സമ്മതിച്ചു. പിന്നാലെ തന്നെ പല്ലവി വരുമ്പോൾ പല്ലവിയും കൂടി ഒന്ന് പോയിട്ട് വരാനായിട്ട് പൂർണ്ണിമ പറയുകയും, എന്നാൽ പല്ലവി വരുന്നത് എന്തിനാ, പല്ലവി തന്നെ ആദ്യം പറഞ്ഞു ഞാൻ പോകുന്നത് എന്തിനാ, ശരിയല്ല, എന്നാൽ മോള് പോയിട്ട് വാ, വിവാഹമല്ലേ, അപ്പോൾ ആ ഒരു നല്ല കാര്യത്തിന് നമ്മൾ പോകുമ്പോൾ മുടക്കം പറയണ്ട എന്നൊക്കെ അവിടെ പൂർണിമ പറയുകയും പല്ലവി ശരി ഞാൻ വരാം. പക്ഷെ ഇതൊന്നും ഇഷ്ടപ്പെടാത്ത സ്വാതിയും ഋതുവും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് പുറത്തോട്ട് ഇറങ്ങി പോകുന്നുണ്ട്. എന്നാൽ ഋതുവിൻ്റെയും സ്വാതിയുടെയും കാര്യങ്ങളൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല, ഞാനാണ് നിങ്ങളോട് പറയുന്നത് പോകാനായിട്ട്, അപ്പം നിങ്ങൾ പോയിട്ട് വാ. അങ്ങനെ സന്തോഷത്തോടു കൂടി സേതുവും പല്ലവിയും അച്ചുവും ഒക്കെ കൂടി ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒത്ത് പൂർണിമ ടെക്സ്റ്റൈൽസിൽ പോയതിന് ഉടനെ തന്നെ അവിടെ നിഖിലും നമ്മുടെ പ്രതാപന്റെ വൈഫും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ പല്ലവിയെ ഇവരുടെ ഒപ്പം കണ്ട ഉടനെ തന്നെ അവർക്ക് ദേഷ്യം വന്നു. അങ്ങനെ ഇവരെന്താ ഒരുമിച്ച് ഇങ്ങനെ വന്നത്, അല്ലെങ്കിൽ പല്ലവി എന്താ വന്നത് എന്നൊക്കെ ചോദിക്കുകയും പല്ലവിയെ എല്ലാവരുടെയും മുന്നിൽ നാണം കെടുത്താൻ വേണ്ടിയിട്ട് ഋതു ശ്രമിക്കുകയാണ്. അവർക്ക് നാണമില്ല, നമ്മൾ ഒരു കുടുംബമായിട്ട് ഒരിടത്ത് പോകുമ്പോൾ വലിഞ്ഞു കയറി വരാനായിട്ടാണ് നോക്കുന്നതെന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കാൻ വേണ്ടിയിട്ട് അപമാനിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഇതിനിടയിൽ പ്രതാപൻ വിളിച്ചുകൊണ്ട് ഋതുവിനെ പുറത്തോട്ട് കൊണ്ടുപോവുകയും എന്നിട്ട് സേതുവും പല്ലവിയും വന്നതിന്റെ കാര്യത്തെ പറ്റി ചോദിക്കുകയാണ്. എന്നാൽ പൂർണിമയാണ് പറഞ്ഞു വിട്ടതെന്ന് പറയുമ്പോൾ ശരി എന്താന്ന് വെച്ചാൽ ചേട്ടാ എനിക്കൊന്നും പറയേണ്ട ആവശ്യമില്ല, എന്തായാലും നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോവാം. എന്തായാലും അവിടെ വെച്ച് പല്ലവി അപമാനിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴും സേതു പറയുന്നുണ്ട് പേടിക്കേണ്ട, കാര്യമാക്കേണ്ട ആവശ്യമില്ല, നമ്മളായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്ന് പറയുന്നുണ്ട്. ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി സാരിയൊക്കെ എടുക്കുന്നതിൻ്റെ ഒപ്പം പല്ലവി മാറി നിൽക്കുവാണ്. മാറി നിൽക്കുന്ന സമയത്തും സേതുവാണ് പല്ലവിയെ വിളിച്ചുകൊണ്ട് അവരുടെ കൂടെ കൊണ്ട് നിർത്തുന്നത്. സാരി ഒരുപാട് നോക്കി, അപ്പോൾ കുറേ സാരി, അപ്പോൾ നിഖില് പറഞ്ഞത് ആ സാരി കൊള്ളാം, ഈ സാരി കൊള്ളാം, അതെടുക്ക് ഇതെടുക്ക് എന്നൊക്കെ നിഖിൽ ഇങ്ങനെ ഓർഡർ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ പ്രതാപന്റെ ഭാര്യ പറഞ്ഞത് നിഖിലിന് ഒരു കളർ സെൻസ് ഉണ്ട്, അതുകൊണ്ട് അവൻ സെലക്ട് ചെയ്ത് തരട്ടെ. എന്നാൽ അച്ചു അപ്പം തന്നെ തിരിച്ച് നല്ല മറുപടി കൊടുത്തു, വേണ്ട, ഈ സാരി സെലക്ട് ചെയ്യാൻ എനിക്കറിയാം, അതിലാരും കൈ കടത്തേണ്ട ആവശ്യമില്ല എന്നുകൂടി അച്ചു പറഞ്ഞു. അങ്ങനെ സാരി ഓരോന്നും എടുക്കുന്നുണ്ട്. അപ്പോൾ സേതു ഒരു സാരി സെലക്ട് ചെയ്തു, റെഡ് കളറിലുള്ള ഒരു സാരി. എന്നാൽ അതിനേക്കാളും കുറച്ചുകൂടി നല്ലത് വേറൊരു സാരിയാണെന്ന് പറഞ്ഞുകൊണ്ട് പല്ലവിയും സാരി സെലക്ട് ചെയ്ത് കൊടുത്തു. എന്നാൽ അത് അച്ചുവിന് ഒരുപാട് നല്ല ചേരുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട്, അപ്പോൾ എനിക്ക് അത് മതി എന്ന് പറയുകയും, എന്നാൽ ഈ സാരി ഇപ്പം യൂണിഫോം പോലെയാണ് ഇരിക്കുന്നത്, ഒരു മാഷിന്റെ മകൾക്ക് അല്ലെങ്കിൽ ഒരു ഹെഡ് മിസ്ട്രസ് ഒക്കെയാണ് ഇങ്ങനത്തെ സാരി സെലക്ട് ചെയ്യുന്നത്, യൂണിഫോം പോലെ ഇരിക്കുന്നു, ഭയങ്കര ബോറായിട്ടുണ്ട് എന്നൊക്കെ അവിടെ പല്ലവിയെ അപമാനിക്കാൻ വേണ്ടിയിട്ട് പ്രതാപന്റെ ഭാര്യയും ഋതുവൊക്കെ ശ്രമിക്കുവാണ്. എന്നാൽ എനിക്ക് ഈ സാരി മതിയെന്നും എനിക്ക് വേണ്ടിയിട്ട് ആരും സാരി സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, പല്ലവി ചേച്ചി എടുത്തു തന്ന സാരി എനിക്ക് മതി എന്ന് അച്ചുവും പറഞ്ഞു. അങ്ങനെ അവരുടെ വായടഞ്ഞു. അതിൻ്റെ ഇടയിൽ സേതു പല്ലവിക്ക് വേണ്ടിയിട്ട് ഒരു സാരി സെലക്ട് ചെയ്ത് കൊടുക്കുകയും, എന്നാൽ പിച്ചക്കാർക്ക് എടുത്തു കൊടുക്കുന്നതിന് തുല്യമാണ് ഇതെന്നും മറ്റുള്ളവരെ എന്തെങ്കിലും എടുത്തു തരുമ്പോൾ അത് നാണമില്ലാതെ കൈകൊണ്ട് വാങ്ങാനായിട്ട് നിങ്ങൾക്ക് നാണമില്ലേ എന്നൊക്കെ ഋതു അവിടെ നിന്ന് സംസാരിക്കുകയാണ്. സേതു എടുത്തുന്ന സാരി നല്ലപോലെ പല്ലവിക്ക് ചേരുന്നതുമാണ്, നല്ലതുപോലെ ഇഷ്ടപ്പെടുകയും ചെയ്തു. എന്നാൽ അങ്ങനെ ഋതു പറഞ്ഞപ്പോൾ സങ്കടത്തോടു കൂടി ആ സാരി തിരിച്ചു വെച്ചിട്ട് പല്ലവി ഇറങ്ങി അങ്ങ് പോവുകയാണ്. പിന്നാലെ സേതുവും പോയി സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്.
അങ്ങനെ പല്ലവിയെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിക്കുകയും നീ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവരിങ്ങനെ ഓരോന്നിങ്ങനെ പറയും, അതിൽ പല്ലവി കേട്ട് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും പല്ലവിക്ക് ഒരു ഇപ്പം ഋതു പറഞ്ഞത് 1000 രൂപയുടെ സാരി സെലക്ട് ചെയ്തുകൊണ്ടിരുന്ന ആള് ഇപ്പോൾ ലക്ഷങ്ങൾ വിലയുള്ള ഡ്രസ്സാണ് സെലക്ട് ചെയ്ത് എടുക്കുന്നത്, മറ്റുള്ളവർ വാങ്ങി തരുമ്പോൾ ഒരു ഉളുപ്പില്ലാതെ വാങ്ങുമെന്നൊക്കെയാണ് ഋതു പറഞ്ഞത്. അപ്പൊ അതിന് പല്ലവി നല്ല മറുപടി പറയുമ്പോൾ സേതു പറഞ്ഞത് അതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരുപാട് പല്ലവി ഇപ്പോൾ ഒരു പ്രൊഫസറാണ്, അതുകൊണ്ട് പല്ലവിയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് മാത്രമല്ല പല്ലവി സേതുവിന്റെ എന്ന് പറയുമ്പോൾ തന്നെ പല്ലവി ചോദിക്കുന്നുണ്ട്, എന്താ സേതുവേട്ടന്റെ ആരാ എന്ന് ചോദിക്കുമ്പോൾ പല്ലവിക്ക് ഏകദേശം മനസ്സിലായി സേതുവേട്ടന് തന്നോട് ഇഷ്ടമുണ്ട് എന്ന് മനസ്സിലായി. അങ്ങനെ അവരുടെ ആ ഒരു പ്രണയം കുറച്ചുകൂടി ഇങ്ങനെ പൂവണിയുന്ന സമയങ്ങളാണ്. അങ്ങനെ ആ നല്ല നിമിഷങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ എല്ലാവർക്കും അവിടുത്തെ എല്ലാവരും കസ്റ്റമർ വരുമ്പോൾ ചായ കൊണ്ട് കൊടുക്കുന്ന ഒരു കാര്യങ്ങളുണ്ട്. അങ്ങനെ ഋതു എല്ലാവരും കൂടി നിൽക്കുമ്പോൾ അവർക്ക് അവിടുത്തെ ആള് ചായ കൊണ്ട് കൊടുത്തു. അങ്ങനെ ഒരു ചായ ബാക്കിയുണ്ട്. അപ്പൊ ഋതു ചോദിക്കുന്നുണ്ട് ഇത് ആർക്കാ ഈ ചായ? അത് ആ മാഡത്തിനാണ്. അപ്പൊ പല്ലവി കുറച്ച് മാറി നിൽക്കുമായിരുന്നു. എന്നാൽ ആ മാഡം ഞങ്ങളുടെ കൂടെ വന്നതല്ല എന്നും ഞങ്ങൾ കുടുംബക്കാർ നിൽക്കുമ്പോൾ അവർക്ക് ഞങ്ങളുടെ കൂടെ നിൽക്കാനായിട്ട് എന്ത് യോഗ്യതയാണ് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും കളിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും അങ്ങനെ സേതുവിന് നല്ല ദേഷ്യം വന്നു. എന്നാൽ പൊതുസ്ഥലമായതുകൊണ്ടാണ് സേതു മിണ്ടാതിരുന്നത്. ഉടനെ തന്നെ ചായ തന്റെ കയ്യിലിരുന്ന ചായ പല്ലവിക്ക് കൊണ്ടുകൊടുത്തു. പല്ലവി എന്നിട്ട് കുടിക്കുകയും ചെയ്തു. കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രതാപൻ ഓടി വന്ന് പറയുന്നത്, മോൾ ഓടി വാ, ഇവിടെ വലിയൊരു പ്രശ്നം നടക്കുകയാണ്. ഒരു നല്ല ഒരു പൈസക്കാരായിട്ടുള്ള ഒരാൾ വന്നിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വരികയും എന്നാൽ ഇവിടെ സെലക്ഷൻ ഇല്ല, സെലക്ഷൻ കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് അവരിന്ന് ഇവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അവരുടെ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നല്ല ലക്ഷങ്ങളുടെ ലാഭമായിരിക്കും വരാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഋതുവിനെ വിളിച്ചുകൊണ്ട് പ്രതാപൻ പുറത്തോട്ട് പോയി. അപ്പൊ എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് സേതുവും പല്ലവിയും പിന്നാലെ പോവുകയും എന്നാൽ ഒരു കസ്റ്റമറാണ് വന്നത്. ഇവിടെ നല്ല നല്ല സെലക്ഷൻസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ്. ഈ സമയത്ത് ഋതുവും പ്രതാപനും പോയിട്ട് അവരെ തടയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ഇവിടെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്, മാഡത്തിന് ഏത് വേണമെങ്കിലും പറഞ്ഞാൽ മതി, എന്നാൽ ഇവിടെ നല്ല കളക്ഷൻസ് ഇല്ല എന്നും കാലത്തിനൊത്ത് നിങ്ങളും മാറേണ്ടത് അനിവാര്യമാണ്. ഇവിടെ ഇപ്പൊ ഞാൻ ഒരു കുഞ്ഞു കടയിൽ പോയാലും അവിടെ നല്ല നല്ല സെലക്ഷൻസ് ഉണ്ട്, അത്രയും പോലും ഇവിടെ ഇല്ല എന്ന് ആ ഒരു കസ്റ്റമർ പറഞ്ഞു. എന്നാൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുന്നതിന് പകരം ഋതു ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. നിങ്ങൾ അനാവശ്യം പറയരുത്, നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ വേണ്ട, നിങ്ങൾ ഇട്ടിട്ട് പോലാതെ അനാവശ്യം പറയേണ്ട ഒരു ആവശ്യമില്ല, നിങ്ങൾ ആരാ എന്ന വിചാരം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കയർത്ത് സംസാരിച്ചു. എന്നാൽ ഒരു കസ്റ്റമറിന് അത്യാവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല സെലക്ഷൻസ് ഇല്ല എന്ന് മാത്രമല്ല ഒരു കസ്റ്റമറിനോട് എങ്ങനെ പെരുമാറണം എന്ന് പോലും നിങ്ങൾക്കറിയില്ല, ഇനി മേലാലും ഞങ്ങൾ ഇവിടെ വരത്തില്ല എന്ന് ദേഷ്യപ്പെട്ടുകൊണ്ടാണ് ആ കസ്റ്റമർ ഇറങ്ങി പോകുന്നത്. അപ്പൊ ഇത് സേതുവും പല്ലവിയും കേട്ടു. ഉടനെ തന്നെ പല്ലവി വന്ന് പറഞ്ഞത്, കാലത്തിനൊത്ത് ഓരോ നമ്മൾ ട്രെൻഡ്സ് മാറണം. ഒരു ടെക്സ്റ്റൈൽസ് നടത്തുമ്പോൾ അവിടെ ഏതൊക്കെ ഡിസൈൻസ് ആണ് മുന്നിൽ നിൽക്കുന്നത്, എന്തൊക്കെ വേണം, എങ്ങനെ ഒരു കസ്റ്റമറിനോട് പെരുമാറണം എന്നൊക്കെ പഠിക്കണം. പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കിടേണ്ട അവസ്ഥ വരും എന്ന് പല്ലവി നല്ല മറുപടി കൊടുത്തിട്ട് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പൊ സേതുവിന് ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ ഇതിനു മുന്നേ തന്നെ ഋതു അവിടെ വന്നതിന് ശേഷം എല്ലാവരും ഡ്രസ്സ് സെലക്ട് ചെയ്തു. അപ്പോൾ കുറുപ്പമാവൻ പറഞ്ഞിരുന്നത് ഈ ഒരു ഡ്രസ്സിന് ഇവിടെ ഇന്ന് വാങ്ങുന്ന ഡ്രസ്സിനൊന്നും ബില്ല് വെക്കേണ്ട എന്നായിരുന്നു. പക്ഷേ ആ ഋതു അത് മാറ്റുകയും എന്നിട്ട് ഡ്രസ്സ് എടുത്ത എല്ലാവർക്കും വേണ്ടിയിട്ട് ബില്ലടിക്കണമെന്നും ആ ബില്ലടിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടും എന്ന് ഋതു ഭീഷണിപ്പെടുത്തുവാണ്. എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്ത് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ ആ മാനേജർ ബില്ല് കൊണ്ടുവന്നു. എന്നാൽ ബില്ല് വേണ്ട എന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് കുറുപ്പമാവൻ അവരോട് ചോദിക്കുമ്പോഴാണ് ഋതു പറഞ്ഞത്, ബില്ല് വേണമെന്ന് ഞാനാണ് പറഞ്ഞത്, ഇവിടെ നിന്ന് ഒരു കർച്ചീഫ് വാങ്ങിയാൽ പോലും അച്ഛൻ ബില്ല് കൊടുത്തിട്ടേ ഇറങ്ങത്തുള്ളൂ, പക്ഷേ ഇവിടെ ഇത്രയും സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മളും ബില്ല് കൊടുക്കേണ്ട ആവശ്യമാണ് എന്ന് പറഞ്ഞ് അവിടെ സേതുവിനെ കളിയാക്കുന്ന രീതിയിൽ സംസാരിച്ചു. അപ്പൊ സേതു ബില്ല് എത്രയാണ് എന്ന് വാങ്ങിച്ചു നോക്കുമ്പോൾ 3 ലക്ഷം രൂപയാണ് ബില്ല് വന്നത്. അപ്പോൾ അവിടെ സേതുവിനെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് ഋതു ഇങ്ങനെയെല്ലാം ചെയ്തത്. അപ്പൊ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഋതുവിന് വലിയൊരു തിരിച്ചടിയായിട്ട് മാറുമോ? അത് മാത്രമല്ല നിഖിലിന്റെ ഒന്നും രഹസ്യങ്ങളോ സത്യങ്ങളോ ഒന്നും പുറത്തായിട്ടില്ല. അതിന്റെ കൂടെ തന്നെ പ്രതാപൻ എന്തൊക്കെയോ ചതി ചെയ്യുന്നുണ്ട് എന്ന് പല്ലവിക്കും നല്ല ബോധ്യമുണ്ട്. പക്ഷെ അത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് പല്ലവിയും ശ്രമിക്കുന്നത്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരേക്കും